അപ്പോൾ ഞങ്ങളന്ന് 3 പേരും തുള്ളി കളിച്ചിട്ട് വേറെ എവിടേക്ക് എന്നിട്ട് പോകണം പട്ടാമ്പി. തേജ് പറഞ്ഞ അച്ഛൻ നമുക്ക് പട്ടാമ്പി പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ചോദിച്ചു. പിന്നെ പിള്ളേർ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്ക് സാധിച്ചു കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല. തേജുവിന്റെ കാർ പുറത്ത് കിടക്കണ്ടായിരുന്നു. അപ്പം മഴ പെയ്യേണ്ട വെച്ചിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറ്റി വെക്കുകയാണ് സിറ്റ് ഔട്ടിലേക്ക്. തേജും വണ്ടി പിടിക്ക് ഉഷാറായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. അപ്പം മഴ ഒന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ ബൈക്കിൽ പോകാനായിട്ടോ നോക്കണത്. കാരണം ബുള്ളറ്റിൽ പോകണതിന്റെ ഫീല് വേറെ തന്നെയാണ്. നമുക്ക് കാറിൽ പോയാൽ ഫീല് കിട്ടില്ല. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് വന്നു. അതോടൊപ്പം തേജു ഹെൽമെറ്റ് എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് ലോങ് ട്രിപ്പ് ഒന്നും പോയില്ല. ഇടയ്ക്കിടയ്ക്ക് പട്ടാമ്പി പോയൊരു സമാധാനം. ഞാൻ എപ്പോഴും ജോലിക്കൊക്കെ പുറത്തേക്ക് പോകുന്ന ആൾക്കാരല്ലേ, സൂര്യ എപ്പോഴും വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ലേ. അതുപോലെ തന്നെ തേജും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പഠിക്കുക, എല്ലാ ദിവസവും ഒരേ റുട്ടീനല്ലേ. അപ്പോൾ ലീവ് ദിവസം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകും കേട്ടോ. ഞങ്ങളൊന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു സിനിമയ്ക്ക് പോകും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ പോകും. ഇപ്പോൾ നല്ല സിനിമ ഒന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാട്ടോ. പിന്നെ ഞങ്ങൾ പട്ടാമ്പി കഫേയിലെത്തി. അപ്പോൾ ഞാനും സൂര്യയും ചിക്കൻ സാൻഡ്വിച്ചും തേജു ബർഗറും ഓർഡർ ചെയ്തു. പിന്നെ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ സൂര്യക്ക് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. പിന്നെ അതിനുശേഷം സാൻഡ്വിച്ചും ബർഗറൊക്കെ വന്നു. അപ്പോൾ ഞാനും സൂര്യൻ പാടെ സാൻഡ്വിച്ച് കഴിച്ചു. തേജു ബർഗറും കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തേജുവിന്റെ തലേക്കാളും വലുപ്പമുണ്ട് ബർഗറിന്റെ വലുപ്പത്തിന്. പിന്നെ ജ്യൂസ് സൂര്യക്ക് മോജിറ്റോയും എനിക്ക് ഷെയ്ക്കും തേജുവിന് ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തേജു പിന്നെ ഫില്ലിങ്സ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നിട്ട് അവൻ ബെന്നി മാത്രം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ പശു കാടിവെള്ളത്തിൽ തലയിടണ മാതിരി സൂര്യ എല്ലായിട്ടും തലട്ടോക്കുണ്ട് കേട്ടോ. സൂര്യക്ക് അങ്ങനെയാണ്, എല്ലാറ്റിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയാലേ അവൾക്ക് സമാധാനമുള്ളൂ. ആൾക്ക് കഴിക്കുന്നില്ലേ വേറെ, ജസ്റ്റ് അത് മാത്രം ടേസ്റ്റ് നോക്കും. പിന്നെ ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഷെയ്ക്കും എല്ലാം അവിടെ ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് ബില്ല് കൊടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. തേജിന് വയറ് അറിഞ്ഞു മതി എന്ന് പറയണ്ട. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കുക, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് നിർബന്ധമാണ്. നിർബന്ധം മീൻസ് തേജിന്റെ ഒരു ആഗ്രഹങ്ങൾ കേട്ടോ. കാരണം അവങ്ങനെ ഓരോന്ന് പറയും, അച്ഛൻ പുറത്ത് പോയി കഴിക്കുക. നമ്മൾ അങ്ങനെ നിർബന്ധിക്കാറില്ലേ പുറത്ത് പോയിട്ട് കഴിക്കാൻ. നമ്മൾ ഇടയ്ക്ക് വീക്കിൽ ഒരു വട്ടമൊക്കെ പോകുള്ളൂ. പിന്നെ ഞാനും സൂര്യൻ തേജും ആഴ്ചയിൽ ഒരു വട്ടം പുറത്തേക്ക് പോയി അങ്ങനെ ഹാപ്പി കേട്ടോ. എന്തെങ്കിലും പുറത്ത് പോയിട്ട് കഴിച്ചു വന്നാൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് മറ്റേ കൂട്ടുപാത ടർഫിൽ ഫുട്ബോൾ കളി കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളടുത്ത് പിള്ളേർ തന്നെയാണ്. അപ്പോൾ നടക്കണ്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് നേരം കണ്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ തേജ് ഇപ്പോൾ പോകുന്നത് വേറെ എവിടേക്കല്ല, ഉച്ചരം കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോകണേ. ജസ്റ്റ് ആഫ്രിക്കൻ ഹൗസ് ഉണ്ടായിരുന്നു, അവിടെ കാണിച്ചു തരാൻ കൊണ്ടുപോകുക. വീട്ടിലേക്ക് എത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു കേട്ടോ. കാരണം നാളെ ലീവാണല്ലോ, സൺഡേ. നോക്കുമ്പോൾ പെരുത്ത സാധനം കേട്ടോ. ഇവിടെ 3 ആളുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. 3 ആളിനല്ല, ഇവിടെ മൊത്തം സാധനം തന്നെയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ചെറിയ ഔട്ടിങ് ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാം കേട്ടോ. ബൈ.